ഈ 5 രഹസ്യങ്ങൾ ആരോടും വെളിപ്പെടുത്തരുത്. ചാണക്യനീതി. കാലത്തിൻ്റെ ഒഴുക്കിൽ വലിയ സാമ്രാജ്യങ്ങൾ പോലും പൊടിമണ്ണായി മാറി. അധികാരത്തിൻ്റെ കൊടുമുടികൾ ഇടിഞ്ഞു വീണു. ആത്മാർത്ഥമെന്ന് കരുതിയ സൗഹൃദങ്ങളും ചതിയുടെ ഇരുണ്ട കിണറുകളിൽ മുങ്ങി. ചരിത്രം നമ്മെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ഈ അനുഭവങ്ങളുടെ തീർത്ഥാടനം നമ്മെ ഒരു സത്യം മനസ്സിലാക്കുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവും സുഹൃത്തുമായിരിക്കുന്നത് അവൻ്റെ തന്നെ നാവാണ്. മൗനം ഒരാൾക്ക് കൈവരാവുന്ന ഏറ്റവും ശക്തിയുള്ള ആയുധമാണ്. വാക്കിൻ്റെ ശക്തിയെ തിരിച്ചറിയാത്തവരാണ് ജീവിതത്തിൽ പരാജയപ്പെടുന്നവർ. അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ ഒരു വാക്ക് ചിലപ്പോൾ ഒരു കുടുംബത്തെ, ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ഒരു സംരംഭത്തെ നശിപ്പിക്കാൻ മതി. ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചന്ദ്രഗുപ്തനെ സാധാരണക്കാരനിൽ നിന്ന് മഗധ ചക്രവർത്തിയാക്കിയത് വാക്കുകളുടെ തന്ത്രപരമായ ഉപയോഗം കൊണ്ടാണ്. അതുപോലെ ഒരു തെറ്റായ വാക്ക് ഒരു സാമ്രാജ്യത്തെയും ചിതപ്പെടുത്തിയേക്കാം. പഴയ പണ്ഡിതർ പറഞ്ഞ പോലെ ചിന്തിച്ച് സംസാരിക്കുന്നവന് ആപത്തില്ല. എന്നാൽ നമ്മൾ എവിടെയാണ് നിശബ്ദം പാലിക്കേണ്ടത്? നമ്മുടെ ശക്തിയും സുരക്ഷയും സംരക്ഷിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിലെ ഈ യുദ്ധഭൂമിയിൽ നിങ്ങളെ രക്ഷിക്കാവുന്ന 5 രഹസ്യങ്ങൾ ഇവയാണ്. തലപോകുന്ന അവസ്ഥ വന്നാലും ഇവ ആരോടും വെളിപ്പെടുത്തരുത്. ഇത് ഉപദേശം മാത്രമല്ല, കാലം തെളിയിച്ച ജീവിത പാഠമാണ്. 1. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി. നിങ്ങളുടെ ധനസമ്പത്ത് ഉണ്ടായാലും ഇല്ലാതിരുന്നാലും അതിൻ്റെ സത്യവിവരം മറ്റൊരാളിൽ തുറന്നു പറയരുത്. ഓർക്കുക, പണം കണ്ടാൽ ചിലർ നിങ്ങളുടെ അടുത്തേക്ക് താൽപ്പര്യമില്ലാതെ വരും. സമ്പത്ത് കാണിച്ചാൽ ചിലരുടെ സ്നേഹപ്രകടനങ്ങൾ പിന്നിൽ താൽപ്പര്യമല്ല, അത് നിങ്ങളുടെ സമ്പത്തിനോടുള്ള ആർത്തിയാകും. സമ്പന്നനായി മാറുമ്പോൾ ബന്ധുക്കളും ശത്രുക്കളായി മാറാം. ദരിദ്രനായി ജീവിക്കുമ്പോൾ ചില ശത്രുക്കളും നിങ്ങളുടെ മിത്രങ്ങളായി മാറാം. സമ്പത്ത് വെളിപ്പെടുത്തുന്നത് തുറന്ന തേൻകുടം പോലെ തേനീച്ചകളെയും കരടികളെയും ആകർഷിക്കും. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നിരീക്ഷിക്കപ്പെടും. ദാരിദ്ര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കരുത്. അത് ഒരു പാഠമാകണം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ അവസരങ്ങളെ നശിപ്പിക്കും. സാമ്പത്തിക സുരക്ഷ ഇല്ലാത്തവനെ ആരും വലിയ ഉത്തരവാദിത്വങ്ങളിലേക്ക് വിശ്വസിച്ച് നൽകില്ല. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ഉള്ളിലെ കരുത്തിൻ്റെ പ്രതീകമാകണം, മറ്റുള്ളവരുടെ കൈവശമല്ല. 2. നേരിട്ട അപമാനങ്ങൾ. ജീവിതത്തിൽ അപമാനങ്ങൾ പലപ്പോഴും സംഭവിക്കും. വാക്കുകളാൽ അല്ലെങ്കിൽ പ്രവർത്തികളാൽ നിങ്ങൾക്ക് മുറിവുണ്ടായിട്ടുണ്ടാകും. ആ മുറിവ് നിങ്ങളുടെ ഉള്ളിൽ ഒരു കനലായി ചുട്ട് നിലനിൽക്കട്ടെ. എങ്കിലും ആ അപമാനത്തിൻ്റെ കഥകൾ ആരോടും പറയരുത്. പഴയ മുറിവ് വീണ്ടും തുറക്കുന്നത് വീണ്ടും വേദന നൽകും. ചാണക്യൻ ഓർമ്മപ്പെടുത്തുന്നു, മറ്റൊരാളുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ വേദനയെ വെളിപ്പെടുത്തുന്നതും അത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് പോകുന്നതുമായിരിക്കും. ഭാരതീയ ജ്ഞാനം തിതീക്ഷയെക്കുറിച്ച് പറയുന്നു. അതെന്തെന്നാൽ സഹനശക്തി. അപമാനത്തെ സഹിക്കുകയും അതിൽ നിന്നു പാഠം ഉൾക്കൊള്ളുകയും ശക്തി നേടുകയും ചെയ്യുക. അതിനെ വെളിപ്പെടുത്തുന്നത് ബലഹീനതയുടെ അടയാളമാണ്. നിങ്ങളുടെ നിശബ്ദത അത്രമേൽ ശക്തിയും നിയന്ത്രണവും നൽകും. 3. നിങ്ങളുടെ ഭാവി പദ്ധതികൾ. നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടോ? സംരംഭം തുടങ്ങാനോ, ഒരു വലിയ യാത്ര പോകാനോ, പുതിയ പഠനം ചെയ്യാനോ പദ്ധതിയിടുന്നുണ്ടോ? അതിൻ്റെ വിജയവരെ ആ പദ്ധതി ആരോടും വെളിപ്പെടുത്തരുത്. മിണ്ടാപ്പൂച്ച കലമുടക്കും എന്ന് പഴമൊഴി പറയുന്നു. പദ്ധതികളെ രഹസ്യമായി സൂക്ഷിക്കുമ്പോഴാണ് സഫലം. മറ്റ് ആളുകളുടെ സംശയങ്ങളും അസൂയയും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കും. ശബ്ദമില്ലാതെ പ്രവർത്തിക്കുക. വിജയത്തിൻ്റെ ആഘോഷം വാക്കുകളേക്കാൾ ശക്തമായി പ്രകടമാകും. 4. കുടുംബത്തിലെ രഹസ്യങ്ങൾ. കലഹങ്ങൾ. കുടുംബം ഒരു കോട്ട പോലെയാണ്. ആ കോട്ടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പുറത്ത് അറിയപ്പെടരുത്. ചെറിയ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം വീടിനുള്ളിൽ പരിഹരിക്കുക. പൊതു ഇടങ്ങളിൽ ഈ പ്രശ്നങ്ങൾ പരാമർശിക്കുന്നത് കുടുംബത്തിൻ്റെ വിശ്വാസവും മാന്യവും തകർക്കും. പുറത്തുനിന്നുള്ളവർ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കില്ല, മറിച്ച് അവിടെ തീപ്പൊരി പകരാം.
കുടുംബത്തിലെ രഹസ്യങ്ങൾ കാവൽവാഹകമായി നിലനിർത്തുക. 5. നിങ്ങളുടെ ദൗർബല്യങ്ങൾ. എല്ലാ മനുഷ്യരുടെയും വ്യക്തിഗത ദൗർബല്യങ്ങൾ ഉണ്ട്. ചിലർക്ക് ചില സാഹചര്യങ്ങൾ ഭയങ്കരമാകും, ചിലർക്ക് ചില ആളുകൾ ഭയങ്കരമാകും. ഈ ബലഹീനത നിങ്ങളുടെ ഉള്ളിൽ മാത്രം നിലനിൽക്കണം. മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്നത് ശത്രുവിന് ആയുധം നൽകുന്നതിന് തുല്യമാണ്. വിശ്വസ്തനോടോ ഗുരുവിനോടോ ഉപദേശം തേടുന്നത് ശരിയാണെങ്കിലും അർഹതയില്ലാത്തവരോടുള്ള വെളിപ്പെടുത്തൽ ആത്മഹത്യയുടെ സമം. വാക്കുകൾ വിത്തുകൾ പോലെയാണ്. എവിടെയും എപ്പോഴും വിതയ്ക്കുന്നത് അറിയുന്നവൻ യഥാർത്ഥ കർഷകൻ. രഹസ്യങ്ങൾ വേർപെടുത്തിയാൽ അത് വിഷവൃക്ഷമായി വളരുകയും ഫലങ്ങൾ നിങ്ങൾ നേരിടുകയും ചെയ്യും. ചാണക്യൻ പറയുന്നു, ബുദ്ധിമാൻ തൻ്റെ രഹസ്യങ്ങളെ മറ്റൊരാളുമായി പങ്കുവെക്കാറില്ല. നിശബ്ദതയിലൂടെ ശക്തി തെളിയിക്കുക. നിങ്ങളുടെ രഹസ്യങ്ങൾ ഉള്ളിലെ അഗ്നിയാകട്ടെ. ആവശ്യത്തിന് മാത്രം ശക്തിയായി ഉപയോഗിക്കുക. ഈ 5 രഹസ്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിലും നിങ്ങൾ ഉറച്ചു നിൽക്കും. വിജയത്തിൻ്റെ വരൾച്ച നിങ്ങളെ തേടി വരും. നിങ്ങളൊരു പർവ്വതം പോലെ ആയിരിക്കും. സുഹൃത്തുക്കളെ, ഈ 5 രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രക്ഷാകവചമായിരിക്കും. നിങ്ങളുടെ നാവിനെ നിയന്ത്രിച്ച് പ്രവൃത്തിയിൽ ഊർജം കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോവുക. ഇത് നിങ്ങളുടെ ശക്തിയെ പ്രകടിപ്പിക്കുകയും വിജയം നേടുകയും ചെയ്യും. ഈ വീഡിയോ ശ്രദ്ധിച്ചു കേട്ടതിന് നന്ദി. കൂടുതൽ ജീവിത പാഠങ്ങൾ, തന്ത്രങ്ങൾ, ചാണക്യൻ നീതി സംബന്ധിച്ച അറിവുകൾ നേടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും. നമ്മുടെ സഹയാത്ര തുടരാം. ജ്ഞാനം പങ്കുവെക്കാം, വിജയം കൈവരിക്കാം.